ആഹാ, പുറപ്പെടുവാണോ? ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് വലിയ കാര്യമില്ല. ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ കണ്ണേട്ടനെ പോലും നടത്തിച്ചത് ആ തോമസ് വൈദ്യനാ. എന്നാ പിന്നെ കർക്കടായിട്ട് കുറച്ചു ദിവസം അവിടെ പോയി കിടക്കാം. നിന്നെ ഇവിടെ തോമസ് സാറിന് ഇഷ്ടമൊന്നുമല്ല. പിന്നെ അദ്ദേഹം നേരും നെറിവുള്ള ആളായതുകൊണ്ട് ചികിത്സയിൽ പിഴവൊന്നും വരുത്തത്തില്ല. ഒരമ്പലം പോലെയോ തോമസ് സാറിന്റെ വീട്? കർക്കിടകമായിട്ട് അവിടെ പോയിട്ട് വരുമ്പോഴെങ്കിലും മനസ്സൊന്ന് ശുദ്ധമാക്കാൻ നോക്കടാ. ഒരു കാലിന്റെ സ്വാധീനം പോയപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലായല്ലോ. കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ 2 കാലിനും സ്വാധീനം ഇല്ലാത്തവനായിരുന്നു ഞാൻ. 10-20 വർഷം അരയ്ക്ക് താഴോട്ട് തളർന്ന് വീൽ ചെയറിന്റെ സഹായത്തോടെ ജീവിച്ചത്. അന്ന് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടൊക്കെ എത്രത്തോളം ആണെന്ന് നിനക്കിപ്പോ കുറച്ചെങ്കിലും മനസ്സിലായി കാണുമല്ലോ. പഴയ പോലെ നടക്കാൻ കഴിഞ്ഞാലേ നേർവഴിക്ക് ചിന്തിക്കണമെന്നാണ് കണ്ണൻ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ ഇനി ആരെ ശല്യം ചെയ്യാനില്ല അമ്മേ. പറയുന്ന വാക്കിന് സത്യമുള്ളവരങ്ങനെയൊക്കെ പറഞ്ഞാ വിശ്വസിക്കാം. നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നീ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, കണ്ണനെ ഞാൻ പ്രസവിച്ചതല്ലല്ലോ, എന്റെ സ്വന്തം മോൻ ഇവനല്ലേന്നൊക്കെ. ശരിയാ. പക്ഷേ സ്വന്തം അച്ഛനെ സ്നേഹിക്കാത്ത മോനെ പഴയ പോലെ കാണാൻ എനിക്ക് പറ്റില്ല. ഇവന്റെ അച്ഛനെ കൊന്ന പ്രതാപന്റെ മകളായ നിന്നെ ഒരു കാരണവശാലും തിരിച്ചു പിടിച്ചുകൊണ്ട് വരാൻ പാടില്ലായിരുന്നു. ഇവന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ, ഇനി കരുണയുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന്. എന്നിട്ട് ഇവൻ കേട്ടില്ലെന്ന് മാത്രമല്ല, നിന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നതിന്റെ പിന്നാലെ കണ്ണനെ കൊല്ലാനും നോക്കി. അങ്ങനെ കൊലയാളിയായൊരു മോനെയും അവൻ എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു മരുമകളെയും ഇനി എനിക്ക് പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇവള് പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളത്. ഇനിയൊരു മത്സരത്തിന് ഞങ്ങളില്ല. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരെ. നീ നിന്റെ കാലിന് സ്വാധീനം കിട്ടിക്കഴിഞ്ഞാ പിന്നെ എന്ത് വേണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. കൈക്കും കാലിനും സ്വാധീനം തരുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ അധ്വാനിച്ച് ജീവിക്കാനാ. നിനക്ക് പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനായിട്ടൊരു ജോലി തന്നു. ഇനി അത് പ്രതീക്ഷിക്കണ്ട. നീ തന്നെ ഇനിയൊരു ജോലി കണ്ടെത്തിക്കോണം. എന്നിട്ട് നിന്റെ ഇവളുടെയും നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന്റെയും കാര്യങ്ങള് നിങ്ങൾ തന്നെ നോക്കണം. അതല്ല എന്നെ എന്റെ ഭാര്യയും ഞങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിക്കാനാ നിന്റെ പ്ലാനെങ്കില്, എന്നെ സ്നേഹിക്കുന്നവര് നിന്നെ പിന്നെ എന്ത് ചെയ്താലും അത് ഞാൻ തടയില്ല. മാർക്കോ നിന്റെ ഒരു കാല് തല്ലി ഓടിച്ചത് വാണിങ്ങ. അതുകൊണ്ട് നീ പഠിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഈ വീൽ ചെയറിൽ നിന്ന് നീ എഴുന്നേക്കില്ല. അത് മാർക്കോ മുൻകൂട്ടി എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാ നിങ്ങൾ ചെല്ല്. നല്ല മനസ്സോടെ പ്രാർത്ഥനയോടെ ചികിത്സയിലേക്ക് കിടക്ക്.